സാറേ, ചട്ടമ്പിസ്വാമികളുടെ 100ാം മഹാസമാധി ദിനമാണ് നാളെ, മെയ് 5. ഞാൻ എൻ്റെ എളിയ രീതിയിൽ ഈ പല സന്യാസിമാരെയും വായനയിലൂടെ പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവിതത്തിലല്ല, വായനയിലൂടെ. പക്ഷേ എനിക്ക് ഒരു പിടിയും തരാതെ നിൽക്കുന്ന 2 സന്യാസിമാരാണ്. ഒന്ന് മഹർഷി അരവിന്ദൻ, മറ്റൊന്ന് ചട്ടമ്പിസ്വാമികൾ. സത്യം ഞാൻ തുറന്നു പറയാം, ചട്ടമ്പിസ്വാമികളുടെ കൃതി ഒഴിവിലൊടുക്കം എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. ഒഴിവിലൊടുക്കം എന്നുള്ള പ്രയോഗമെങ്കിലും ഒന്ന് മനസ്സിലാവണമല്ലോ, അതുപോലും എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായാൽ മറ്റാരോടെങ്കിലും എനിക്കത് പറയാം. പക്ഷേ ആരെങ്കിലും ഒഴിവിലൊടുക്കം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ ഞാൻ പരുങ്ങും. എനിക്കറിയില്ല. ഇങ്ങനെ പിടിതരാതെ ബൗദ്ധിക നഭോമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ അത്യപൂർവമാണ്. അതിന് സാക്ഷി സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ഈ ചിന്മുദ്ര ഉണ്ടല്ലോ, അയ്യപ്പനൊക്കെ, ഈ ചിന്മുദ്രയുടെ അർത്ഥം ലോകത്ത് ഇനി അദ്ദേഹം ഒരു സന്യാസിയോട് ചോദിക്കാൻ ബാക്കിയില്ല, അവസാനിപ്പിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. സ്വാമി വിവേകാനന്ദൻ എറണാകുളത്ത് വന്നപ്പോൾ ചട്ടമ്പിസ്വാമി എറണാകുളത്തുണ്ട്. അപ്പോൾ സ്വാമി വിവേകാനന്ദനോട് ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരു മഹാൻ കുറച്ച് ദൂരെയായിട്ടുണ്ട് ഒരു വീട്ടിൽ. വിവേകാനന്ദൻ നിരാശനായിരുന്നു. ഞാൻ ഒരുപാടൊക്കെ അന്വേഷിച്ചതാണ്, ഒന്നും ശരിയാവില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ഈ വിവരം ചട്ടമ്പിസ്വാമിയോട് പറഞ്ഞപ്പോൾ ചട്ടമ്പിസ്വാമി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെല്ലാം, എനിക്കതിൽ കുറച്ചിലൊന്നുമില്ല, അയാളെ എനിക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പിസ്വാമി നടന്ന് സ്വാമി വിവേകാനന്ദൻ താമസിക്കുന്ന വീട്ടിലെത്തി. സ്വാമി വിവേകാനന്ദൻ ഈ മുഖവുരയിൽ അത് സംസാരിക്കുന്ന ആളാണ്. പണ്ട് രാമകൃഷ്ണ പരമഹംസനെ കണ്ടപ്പോഴും ദൈവത്തെ കണ്ടോ, കാണിച്ചു തരാമോ, നേരെയുള്ള ചോദ്യമാണ്. അല്ലാതെ കൊച്ചു വർത്താനമൊന്നും സ്വാമി വിവേകാനന്ദനില്ല. സ്വാമി വിവേകാനന്ദൻ ഇദ്ദേഹത്തോട് ഇത് ചോദിച്ചു. ചിന്മുദ്ര, ഇപ്പം ചിന്മുദ്ര ചട്ടമ്പിസ്വാമി വിശദീകരിച്ചു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഈ വിശദീകരണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് എനിക്ക് വിശദീകരണം, ഇതിൻ്റെ ഒരു അനുഭവം വരണമല്ലോ ഹൃദയത്തിൽ, അതിനെന്ത് ചെയ്യും? അപ്പോൾ ചട്ടമ്പിസ്വാമി പറഞ്ഞു, എന്നെ ഒന്ന് തൊട്ടാൽ മതി. തൊട്ടു. പണ്ട് രാമകൃഷ്ണ പരമഹംസൻ കാലുയർത്തി വിവേകാനന്ദൻ്റെ തോളത്ത് വെച്ചാണ് ദൈവത്തെ കാണിക്കുന്നത്. 2-3 തവണ ചോദിച്ചു. 3-ാം തവണയാണ്, നീ വാശി പിടിക്കുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിന്നിടത്ത് നിന്ന് സർക്കസുകാരെ പോലെ കാലിങ്ങനെ പൊക്കി തോളത്ത് വെച്ച് വിവേകാനന്ദൻ്റെ. അതോടെ വിവേകാനന്ദൻ ഷോക്കേറ്റ് പോലെയായി. 3 ആഴ്ച ഒരു ഭ്രാന്തനെ പോലെ നടന്നു. വഴിയിൽ കണ്ട മരത്തിൽ പോസ്റ്റിലൊക്കെ ഇടിക്കുക, ഒരു വെളിവുമില്ലാത്ത അവസ്ഥ. അതായിരുന്നു ഈശ്വരനെ കണ്ട അനുഭവം. ആ അനുഭവം പിന്നീട് ചട്ടമ്പിസ്വാമിയെ തൊട്ടപ്പോഴാണ് ഉണ്ടായത്. അതേ അനുഭവം വിവേകാനന്ദനുണ്ടായി. വിവേകാനന്ദൻ പിന്നീട് എഴുതി, ലോകം മുഴുവൻ ഞാൻ സഞ്ചരിച്ചു, എത്രയോ സന്യാസിമാരെ ഞാൻ കണ്ടു, എന്തെല്ലാം സംസാരിച്ചു, പക്ഷേ ഒരു യഥാർത്ഥ സിദ്ധൻ അല്ലെങ്കിൽ ജീവൻ മുക്തൻ ഞാൻ കണ്ടത് ചട്ടമ്പിസ്വാമിയിലാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. സാറ് ചട്ടമ്പിസ്വാമിയെ ഓർക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ചട്ടമ്പിസ്വാമിയുടെ ക്രിസ്തുമത ഖണ്ഡനം എന്ന കൃതിയുടെ അന്തസത്ത, ആ കൃതി നേരിട്ട് വായിച്ചല്ല, അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഇൻ്റർപ്രിട്ടേഷനും ലേഖനങ്ങളിലൂടെ കണ്ടിട്ടാണ്. പിന്നെ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവാണോ എന്ന തർക്കം, ആ തർക്കത്തിൻ്റെ പൊരുൾ യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമായിരുന്നു. അത് ഞാനിപ്പോഴും എവിടെങ്കിലും അതേപ്പറ്റി എന്തെങ്കിലും ഒരു പരാമർശം കണ്ട ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ ആന്തരാർത്ഥം വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. സത്യത്തിൽ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും അവരുടെ സൗഹൃദവും ബന്ധങ്ങളുമൊക്കെ ഇഴപിരിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇതൊരു അനാവശ്യമായ തർക്കമാണല്ലോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്. പിന്നെ ഈ 2 മഹൽ വ്യക്തികളും ജീവിച്ച ഒരേ കാലഘട്ടത്തിലാണ്. 2 പേരും 2 വഴിക്കാണ് സഞ്ചരിച്ചതെങ്കിലും അവരുടെ പ്രവർത്തനത്തിന് ചില സമാനതകളുണ്ടായിരുന്നു. 2ലും ഹിന്ദുമതത്തിലെ പരിഷ്കരണം ഒരു ലക്ഷ്യമായിരുന്നു.
രണ്ടു പേർക്കും. പക്ഷേ ഗുരുവിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഇദ്ദേഹം വളരെ മതിപ്പില്ലാതെയാണ് കണ്ടിട്ടുള്ളത്. അത് നേരിട്ട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രവൃത്തിയാരാണോ, നാണനെന്നായിരുന്നു അവർ രണ്ടും മാത്രമുള്ളപ്പോൾ വിളിക്കുന്നത്, നാണനിപ്പോൾ പ്രവൃത്തിയാരാണോ? അപ്പോൾ ഗുരു അതിൻ്റെ ആര് മനസ്സിലാക്കി പറഞ്ഞു, പ്രവൃത്തിയുണ്ട് ആരില്ല എന്ന് തിരിച്ചു പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ ജീവിത രംഗത്തെ കർമ്മപ്രവൃത്തികളെ ചട്ടമ്പി സ്വാമികൾ അത്ര വലിയ കഥയായിട്ട് കണ്ടിട്ടില്ല. അവർ തമ്മിൽ ഇതേപ്പറ്റി സീരിയസ് ആയി നടന്ന ഒരു ചർച്ചയിൽ പിന്നെ നമ്മളുടെ ദൗത്യം ഇതാണോ, നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ഇതിനാണോ നാണൻ എന്ന് ചോദിച്ചപ്പോൾ ചട്ടമ്പി പറയുന്നത് ശരിയാണ്, പക്ഷേ എനിക്ക് ഈ മനുഷ്യരെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വാത്മീകിയും വ്യാസനുമൊന്നും ആകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ധ്വനി അങ്ങ് വേണമെങ്കിൽ അത് ആ ലക്ഷ്യത്തിലേക്ക് പൊയ്ക്കോളൂ, ഞാനതിനില്ല, എനിക്ക് ഇവരെ വിട്ടിട്ട് വരാൻ പറ്റുന്നില്ല എന്നായിരിക്കും ഗുരു ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു സംഭാഷണം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നെ ആകർഷിച്ച അവരുടെ കൂടിക്കാഴ്ചയിലെ ചട്ടമ്പി സ്വാമികളെ അവസാനമായി ഗുരു കണ്ട രംഗമാണ്. അത് കൊല്ലത്തെ പ്രാക്കുളം എന്ന സ്ഥലത്ത് വയൽവാരം വീട്ടിലായിരുന്നു ഈ രോഗഗ്രസ്തനായി ചട്ടമ്പി സ്വാമികൾ അവസാന കാലത്ത് വിശ്രമിച്ചിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഗുരു സന്ദർശിച്ചു. ഇരുവരും തമ്മിൽ കുറേ സമയം ആശയവിനിമയം നടത്തി. മറ്റുള്ള ഗുരുവിൻ്റെ കൂടെ ചെന്ന ഗൃഹസ്ഥ ശിഷ്യന്മാരും ഒരു വർക്കലയിലെ ഒരു സന്യാസിയും കാഴ്ചക്കാരെ പോലെ ആ രോഗശയ്യയുടെ സൈഡിൽ നിന്നു. ആ വീട്ടിലെ ഗൃഹനാഥനും ഉണ്ടായിരുന്നു. ഇവരാണ് ഇവരുടെ സംഭാഷണത്തിൻ്റെ സാക്ഷി. അതിൽ ആരോ ഒരാളാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു. ചട്ടമ്പി സ്വാമികളുടെ വലത് കരം, അദ്ദേഹം ഇത്ര കാലം എഴുതിയ കൃതികളും അതൊക്കെ ഓർമ്മിച്ചിട്ടെന്ന വിധം ഗുരു ആ കരങ്ങൾ തൻ്റെ കരതലത്തിലെടുത്ത് തലോടിക്കൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ശേഷിച്ച കാലം നമുക്ക് രണ്ടും ഒന്നിച്ച് വർക്കലയിൽ കഴിയാം. അങ്ങയുടെ രോഗത്തിനുള്ള ശമന മന്ത്രങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തന്നെ നേരിട്ട് നിർവഹിച്ചോളാം, അങ്ങോട്ടേക്ക് വരൂ. കുറച്ചു നേരം ഇത് കേട്ട് നിശബ്ദനായിരുന്നിട്ട് ചട്ടമ്പി സ്വാമി പറഞ്ഞു, എൻ്റെ തന്നെ ആഗ്രഹം ആണ് നിങ്ങൾ ഈ പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ട് വരാം, ഞാൻ വരുമായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ എനിക്കിനി അത്രത്തോളം യാത്ര ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ഏറിയാൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ 20-ാമത്തെയോ 19-ാമത്തെയോ ദിവസമാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായതെന്നാണ് ഇതിന് ഈ വിവരം രേഖപ്പെടുത്തിയ ആൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഒരുപക്ഷെ ചട്ടമ്പി സ്വാമികൾ വർക്കല ശിവഗിരിയിൽ ആദ്യം സമാധിയായിരുന്നെങ്കിൽ ഈ രണ്ട് ആചാര്യ പ്രമുഖന്മാരുടെയും സമാധി സ്ഥാനമായി ശിവഗിരി മാറുകയും അത് കേരളത്തിലെ രണ്ട് സമുദായങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തെക്കുറിച്ച് ചെറിയൊരു ഭാവന നടത്തിയിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കും എന്നായിരുന്നു എൻ്റെ ഇപ്പോഴുമുള്ള വിശ്വാസം. അതെങ്ങനെ, എന്ത് അത്ഭുതമാണ് സാർ പ്രതീക്ഷിച്ചത്? അത് ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ പുറമേ ആരും പറയാൻ ഇഷ്ടപ്പെടാത്തതും നായർ സമുദായവും ഈഴവ സമുദായവും തമ്മിലുള്ള സ്പർദ്ധയാണ്. ഈ സ്പർദ്ധ ഇല്ലെന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തൊന്നുമില്ല. ഉണ്ട് എല്ലാ മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട്, ബ്യൂറോക്രസിയിലുണ്ട്, പോലീസിലുണ്ട്, കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ എല്ലായിടവും ഉണ്ട്. പക്ഷേ അതില്ലാത്ത കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്
പുറത്ത് തമിഴ്നാട്ടിൽ ഈ ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് ഹെറാർക്കി ഉണ്ടല്ലോ, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല, പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. കാസ്റ്റ് ഹെറാർക്കിന് ഏറ്റവും മുകളിലുള്ളതാണ് ഇങ്ങനെ താഴെ വന്നിട്ട് ഇതിൻ്റെ ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരു കാസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് പിന്നെ ലോവർ ക്ലാസ് എന്ന് പറയും. അപ്പോൾ ഈ ലോവർ ക്ലാസ്സിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളും അപ്പർ ക്ലാസ്സിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന അവിടെയാണ് ഈ അതിർത്തിയിൽ നിൽക്കുന്നവർ. അതിർത്തിയിൽ ഈ വെടിവെപ്പും പൊട്ടലും എപ്പോഴും ഇൻ്റർമീഡിയറ്റ് ക്ലാസ് തമ്മിൽ എപ്പോഴും തമിഴ്നാട്ടിൽ സാറൊന്ന് നോക്കൂ വഴക്കുണ്ടാകുന്ന ഇവർ തമ്മിലാണ്. കേരളത്തിൽ നമ്പൂതിരിക്ക് ഒരു പുലയനോടുള്ള ദേഷ്യത്തെക്കാൾ എത്രയോ കൂടുതലാണ് നായർക്ക് ഈഴവനുള്ള ദേഷ്യം. നേരെ തിരിച്ചും അങ്ങനെയാണ്. ഞാനിത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഈ ഇൻ്റർപ്ലേ ഓഫ് ദ കാസ്റ്റ്. അതിൻ്റെ ബാക്കി എക്സ്ട്രീമെൻറ്റിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ശത്രുതയൊന്നുമില്ല. നമ്പൂതിരിക്ക് ഉള്ളാടനോട് പറയുമാതിരി ഒരു ശത്രുതയില്ല, ഉള്ളാടനും നമ്പൂതിരിയോടുമില്ല. പക്ഷേ നായർ ഈഴവ വന്നു കഴിയുമ്പോൾ അസാമാന്യ ശത്രുതയാണ്. തീർച്ചയായിട്ടും ഇത് പിന്നെ വിദ്യാഭ്യാസവും പരിഷ്കാരവും ഒക്കെ വന്നിട്ടും ഇത് മനസ്സിൽ നിന്ന് പോകുന്നു. അതിർത്തിയിലെ വെടിവെപ്പ് പുറമേ വെടിവെപ്പൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമൊക്കെ ഉണ്ടാക്കുമല്ലോ. അതേസമയത്ത് അകത്ത് പരസ്പരം ഈ സ്പർദ്ധ സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ നേതാക്കന്മാരെ മറ്റ് ചില ആവശ്യത്തിനായിട്ട് കണ്ടിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ, ഞങ്ങൾ ചേർത്തലക്കാരൊക്കെ നടേശൻ മുതലാളി എന്നാണ് വിളിക്കുന്നത്. പെരുന്നയിൽ പോയിട്ട് സുകുമാരൻ നായർ സാറിനെയും കണ്ടിരുന്നു. രണ്ടുപേരും സംസാരിക്കും. ഈ പെരുന്നയ്ക്ക് പടിഞ്ഞാറാണ് കണിച്ചുകുളങ്ങര, കണിച്ചുകുളങ്ങരയിൽ നിന്ന് കിഴക്കാണ് പെരുന്ന. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ, നടേശൻ മുതലാളി സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിഴക്കോട്ട് കൈ കാണിച്ചിട്ട് പറയും, അങ്ങേര് സമ്മതിക്കണ്ടേ, എനിക്കൊരു പ്രശ്നമില്ല. ഇദ്ദേഹത്തോട് സംസാരിക്കും, ഇദ്ദേഹം പടിഞ്ഞാറോട്ട് കൈ കാണിക്കും. അങ്ങേര് കേൾക്കുന്നുണ്ട്, കാർന്നൂര് സമ്മതിച്ചു എനിക്കെന്താ പ്രയാസം എന്ന് പറയും. പക്ഷേ എന്ത് ചെയ്തു കഴിഞ്ഞാലും രണ്ടുപേരും ഒരു പ്ലാറ്റ്ഫോമിൽ വരികയില്ല. ചോദിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങേരോട് ചോദിക്കും. ഇങ്ങനെ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും കൈ കാണിക്കും. ഇതല്ലാതെ കിഴക്കോട്ടൊരു ഇഞ്ച് വയ്ക്കുകയോ പടിഞ്ഞാറോട്ടൊരു ഇഞ്ച് വയ്ക്കുകയോ ചെയ്യും. അല്ല, ഇതിങ്ങനെ അതിരിക്കട്ടെ, പൊളിറ്റിക്സ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു വന്നത് ഗുരുവിനെയും ചട്ടമ്പിയെയും കുറിച്ചാണ്. ചട്ടമ്പി ഗുരുവിനേക്കാൾ 4 വർഷം മുമ്പ് സമാധിയായി. അത് രണ്ടും വർക്കലയിലായിരുന്നുവെങ്കിൽ എന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യത്തിലാണ് നമ്മൾ നിന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് ചരിത്രം അങ്ങനെ തീരുമാനിച്ചില്ല. ഗുരുവിൻ്റെ സമാധി സ്ഥാനമായി വർക്കലയും, അതിനു മുമ്പ് 4 വർഷം മുമ്പ് പന്മനയിൽ ചട്ടമ്പി സ്വാമികളും സമാധിയായി. പക്ഷേ നേരെ മറിച്ച് മറ്റേതുപോലെ നടന്നിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ സമുദായങ്ങൾക്കിടയിലുള്ള ഈ എന്തെങ്കിലും ഉള്ളിൽ ഉള്ള അകൽച്ച നേർത്ത് പോകാനൊരു വഴിയാകുമായിരുന്നു. അത് എന്തെന്ന് വെച്ചാൽ 1964 കേരളത്തിലെ ഒരു ഗവൺമെൻറ് തകർന്നത് കോൺഗ്രസ്സിനകത്തെ വർഗീയ ചേരിതിരിവാണ് അടിസ്ഥാനപരമായിട്ട്. ആ വർഗീയ ചേരിതിരിവിന് ചുക്കാൻ പഠിച്ച ഒരാൾ പെരുന്നയിലിരുന്ന മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് ആർ ശങ്കറിനോടുള്ള ഒരു വൈരാഗ്യം, ദേഷ്യം, അതേ തുടർന്ന് കേരള കോൺഗ്രസ്സിലെ ക്രിസ്ത്യൻ വിഭാഗം KM ജോർജിൻ്റെ നേതൃത്വത്തിൽ ചേരിതിരിയുകയും അതിന് PT ചാക്കോയുടെ മരണം ഒരു കാരണമാക്കി പുറമേ പറയുകയും ചെയ്തതാണ്. ശങ്കറെ വീഴ്ത്തുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. കേരള കോൺഗ്രസ്സിന് പേരിട്ടതും മന്നത്ത് പത്മനാഭനാണ്. ആർ ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയത്തിലേക്ക് SN കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി SF-ൻ്റെ പ്രവർത്തകനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ രാഷ്ട്രീയത്തിൽ സജീവമാക്കി കൊണ്ടുവന്നതും കൊട്ടാരക്കരയിൽ മത്സരിച്ച് MLA ആകാൻ സഹായിച്ചത് ആർ ശങ്കറായിരുന്നു. പക്ഷേ ഈ ചേരിതിരിവിൽ ശങ്കർക്കെതിരെ തിരിഞ്ഞ പ്രധാനപ്പെട്ട ഒരു MLA, അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു. അപ്പോൾ ഈ തരം ഒരു ചേരിതിരിവും ശങ്കർ മന്ത്രിസഭയുടെ പതനവും ഉണ്ടാകുമായിരുന്നില്ല, നേരത്തെ പറഞ്ഞ സംഭവം യാഥാർത്ഥ്യമായെങ്കിൽ എന്ന് വെറുതെയെങ്കിലും ആലോചിക്കാറുണ്ട്. അല്ല, അത് നിർഭാഗ്യകരമായി പോയത്. ഇതേ ശങ്കറും മന്നുവും ചേർന്നാണ് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി SNDP NSSും തമ്മിൽ ലയിച്ച് അസറ്റ്സ് തമ്മിൽ ലയിക്കുന്ന
അതെ കമ്പനി ചട്ടമനുസരിച്ച് അസറ്റ്സ് ലയിപ്പിക്കുന്ന ഘട്ടം വരെ എത്തിയിരുന്നു. അതെ അത് കഴിഞ്ഞുള്ള സംഭവങ്ങളാണ് ഈ അട്ടിമറിയിലും വലിയ ശത്രുതയിലുമൊക്കെ കലാശിച്ചത്. അതെ അതെ ഞാൻ ഇവരുടെ ഈ നമ്മളുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ ആ ആക്ട് പാസ്സായത് 1950-ലാണ്. ഇപ്പോൾ തിരുക്കൊച്ചി അസംബ്ലിയാണ് അത് പാസ്സാക്കുന്നത്. ഇവിടെ എറണാകുളത്തായിരുന്നില്ല തിരുക്കൊച്ചി അസംബ്ലിയുടെ ഇപ്പോഴത്തെ ലോ കോളേജ്. അതെ അതെ. അപ്പോൾ അന്നത്തെ അസംബ്ലിയുടെ പ്രൊസീഡിങ്സ് ഞാൻ എടുത്തു നോക്കി. ആ ബില്ലിനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ച 2 പ്രധാനികൾ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും. അതെ അതെ. ഈ 2 പേരുടെയും പ്രസംഗം ഇന്നായിരുന്നെങ്കിൽ പോലീസ് കേസായനെ അവരുടെ പേരിൽ. അത്രയ്ക്ക് തീക്ഷ്ണമായിരുന്നു. പ്രത്യേകിച്ച് ആർ ശങ്കറിൻ്റെ പ്രസംഗങ്ങൾ കൂടുതൽ ഇംഗ്ലീഷിലാണ്. മന്നത്തിന് ഇംഗ്ലീഷ് അറിയില്ല. മന്നം മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. മന്നം അതുകൊണ്ട് ഈ ബില്ലിൻ്റെ ഒരു കോപ്പി മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞു. അതെടുക്കാൻ സമയമൊന്നുമില്ല, അതിനു മുമ്പേ തൽക്കാലം നമുക്കിത് പാസ്സാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറവൂട്ടിക്കുന്നവരാണ് പുള്ളിയാണ് മുഖ്യമന്ത്രി. അന്ന് ഇവർ രണ്ടും ഒരുമിച്ചായിരുന്നു, എല്ലാ അർത്ഥത്തിലും ഒരുമിച്ചായിരുന്നു. ഈ ഹിന്ദു മഹാമണ്ഡലത്തിൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം തകർന്നത് എന്താണെന്ന് ഞാൻ പരിശോധിക്കാനിടയായിട്ടുണ്ട്. ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക്. ഇവർ രണ്ടും കൂടെ ശ്യാമപ്രസാദ് മുഖർജി മരിക്കുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. ഏതായാലും ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വാധീനത്തിന് വിധേയമായിട്ടാണ് ഈ ഹിന്ദു മഹാമണ്ഡലം കേരളത്തിലെ ഇവർ രണ്ടും കൂടെ. മന്നത്ത് പത്മനാഭൻ പിള്ള എന്ന പേരും മാറ്റി മന്നത്ത് പത്മനാഭൻ എന്നാക്കിയതും ഈ ആശയത്തിൻ്റെ ഒരു പ്രേരണയിലാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഇത് തകർന്നതിൻ്റെ അടിസ്ഥാനം SN കോളേജുകളിലെയും NSS കോളേജുകളിലെയും നിയമനത്തിനും വിദ്യാർത്ഥി പ്രവേശനത്തിനും ഒരു രണ്ട് മാനേജ്മെൻറ്റും ചേർന്ന് ഒരു പൊതു മാനദണ്ഡം ഉണ്ടാക്കണം എന്ന ഇടത്തായിരുന്നു ഇത് തെറ്റിപ്പിരിഞ്ഞത്. അന്ന് കൂടുതൽ കോളേജുള്ളത് NSSനാണ്. SNDPക്ക് കോളേജുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, 10-12 കോളേജേ ഉള്ളൂ. NSSന് 33 കോളേജ് അപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ ഈ 2 കോളേജ് മാനേജ്മെൻറ്റുകളിലെയും നിയമനത്തിലെ ഒരു തർക്കം ആയിരുന്നു. കൂടെ നിന്നവരെല്ലാം കൂടി അതൊരു ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്നു. അത് തെറ്റിപ്പിരിയാൻ കാരണം സാമ്പത്തിക കാരണങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അന്ന് ഈ ഡയറക്റ്റ് പേയ്മെൻ്റ് ഒന്നുമുള്ള കാരണം ഈ ലുക്കിംഗ് ബാക്ക് പ്രിസൈസ്ലി ഈ കാരണങ്ങൾ കൊണ്ടാണ് ചട്ടമ്പി സ്വാമി ഈ ജോലിക്ക് ഇറങ്ങാതിരുന്നത്. നാരായണ ഗുരുവിനോട് നാണ് നീ പോകരുത് ഈ വഴിക്ക് എന്ന് പറഞ്ഞത്. അതെ. കാരണം സാർ നോക്കൂ, നാരായണ ഗുരു എന്തെല്ലാം ചെയ്തു ആ സമുദായത്തിന് വേണ്ടിയിട്ട്. അവസാനം അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് ഹൈക്കോടതിയിൽ CV കുഞ്ഞിരാമൻ സത്യവാങ്മൂലം കൊടുത്തു. എന്തിന്? അദ്ദേഹത്തിൻ്റെ ഒസ്യത്ത് അസ്ഥിരപ്പെടുത്താൻ നാരായണ ഗുരുവിൻ്റെ. ഇതിനിറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ കലാശിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചട്ടമ്പി സ്വാമി പറഞ്ഞു, ഏതായാലും ഞാനില്ല, ഞാൻ ഈ അവധൂത ജീവിതം തുടർന്നോളാം, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഈ K. സുരേന്ദ്രൻ്റെ ഗുരു എന്ന് പറഞ്ഞ് ചരിത്രാഖ്യായികകളില്ല. എനിക്ക് ഈ ചട്ടമ്പി സ്വാമിയെ പറ്റി ഓർമ്മ വരുമ്പോൾ K. സുരേന്ദ്രന് ഓർമ്മ വരും. കാരണം വേണ്ട രീതിയിൽ മലയാളികൾ മനസ്സിലാക്കാതെ പോയ 2 വ്യക്തികളാണ് ചട്ടമ്പി സ്വാമികളും K. സുരേന്ദ്രൻ. K. സുരേന്ദ്രൻ എന്ന നോവലിസ്റ്റ് മലയാളത്തിലെ 1-ാം നിര നോവലിസ്റ്റാണ്. തീർച്ചയായിട്ടും 1-ാം നിര നോവൽ. തീർച്ചയായിട്ടും മനുഷ്യ മനസ്സിൻ്റെ ഇത്രയധികം അഗാധ തലങ്ങളിലേക്ക് ഊളിയിട്ട ഒരു മനുഷ്യനെ സാഹിത്യകാരനെ കാണാൻ പ്രയാസമാണ്. എന്നാൽ ഇത്ര കണ്ട് അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ അവഗണിച്ചു എന്ന് പറയാൻ പറ്റില്ല, കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ പോയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഗുരു എന്നുള്ള നോവലിൽ ഈ സാറ് നേരത്തെ പറഞ്ഞ സംഭാഷണമുണ്ട്. ഗുരു ക്ഷേത്രങ്ങൾ പണിഞ്ഞു തുടങ്ങിയപ്പോൾ ചട്ടമ്പി ഒരു ദിവസം വരുന്നു. അപ്പോൾ ഗുരുവിന് ശിഷ്യനോട് ചെന്ന് പറഞ്ഞു, ചട്ടമ്പി വരുന്നു, വരട്ടെ. അങ്ങനെയല്ല, വലിയ ദേഷ്യത്തില, കയ്യൊക്കെ ഇങ്ങനെ വീശിയത് കണ്ടില്ലേ. അപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം ദേഷ്യത്തിലുള്ള വരവാണ്. നാരായണ ഗുരു ചാടി പുറത്തിറങ്ങി വരട്ട്. ഇദ്ദേഹം അകത്ത് കയറിയില്ല, പുറത്തൊരു മരച്ചോട്ടിലിരുന്നു. ഞാനകത്തേക്ക് വരുന്നില്ല, അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഭയങ്കര ദേഷ്യം. അപ്പോൾ നാരായണ ഗുരു പോയി, എന്താണ് എന്ത് പറ്റി? നീ എന്ന് തുടങ്ങി? അമ്പലം മണി. അതിപ്പോൾ അവർക്കൊരു ആവശ്യം വേണമെന്ന് പറഞ്ഞ് ഞാൻ പണിഞ്ഞു കൊടുത്തു. അതിനെന്താണ്? ഇതാണ്. അപ്പോഴാണ് ഈ ചോദിക്കുന്നത്, അതിനാണോ എന്നാണ് നമ്മളിവിടെ വന്നത്? അയ്യാവ് സ്വാമി നമ്മളെ പഠിപ്പിച്ചത് ഇതിനായിരുന്നോ? അപ്പോൾ നാരായണ ഗുരു പറഞ്ഞു, അല്ല, അതങ്ങനെ നോക്കണ്ട, കഷ്ടപ്പെടുന്നവരെ എന്തെങ്കിലും ചെയ്ത് സമാധാനിപ്പിക്കണ്ടേ, അവർക്കൊരു പിടിവള്ളി എന്തെങ്കിലും വേണ്ടേ. വ്യാസനും വാൽമീകിയും എത്ര ക്ഷേത്രം പണിഞ്ഞിട്ടുണ്ട്? നാരായണ ഗുരു നോക്കിയപ്പോൾ തർക്കിച്ചാൽ മൂപ്പര് കൂടുതൽ ചൂടാവും.
നാരായണ ഗുരു തമാശ മട്ടിൽ പറയുള്ളൂ, ദേഷ്യം വരുന്ന ഒരവസരം ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അതിന് അവസരം കൊടുക്കില്ല. ചട്ടമ്പി സ്വാമിയാണെങ്കിൽ ദേഷ്യത്തിലുമാണ്. ഇദ്ദേഹം പിൻവാങ്ങി, ഒന്നും മിണ്ടിയില്ല. ഇനി ഞാൻ ഈ വിഷയത്തെപ്പറ്റി നിന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. നാരായണ ഗുരു കഞ്ഞി കുടിച്ചിട്ട് ഒന്നും വേണ്ട പോയി. ഗുരുവിന് ഒരു ദേഷ്യം വന്നു. കാരണം ഗുരുവിൻ്റെ അടുത്ത് ഇതിനു മുമ്പ് വാഗ്ഭടാനന്ദൻ ചോദിക്കുന്നുണ്ട്, ഗുരു അദ്വൈതിയാണ്, എന്നിട്ടും ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത് എന്തുകൊണ്ട്? ഗുരു ഒന്നും മിണ്ടിയില്ല, ഒരു ചിരി മാത്രം ചിരിച്ചു. ആ ചിരി വാഗ്ഭടാനന്ദൻ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി എന്താണ് നാരായണ ഗുരുവിൻ്റെ ആ ചിരിയുടെ അർത്ഥം എന്ന് മനസ്സിലാക്കി. അപ്പോൾ നാരായണ ഗുരുവും ഒരു കണക്കിന് ശരിയായിരുന്നു, ചട്ടമ്പി സ്വാമിയും ശരി തന്നെയായിരുന്നു. അദ്ദേഹം എഴുതിയതിൽ എനിക്ക് മനസ്സിലായ ഒരേ ഒരു വരിയേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും പ്രപഞ്ചത്തിന് മൊത്തം ഒറ്റ മനസ്സേ ഉള്ളൂ. 1853 ജനിച്ച് 1924 മെയ് 5 സമാധിയായതാണ് ചട്ടമ്പി സ്വാമി. 81 വയസ്സായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരേ ഒരു വാക്യം ഇതാണ്, മൊത്തം പ്രപഞ്ചത്തിന് ഒരു മനസ്സേ ഉള്ളൂ. മനസ്സ് എന്നുള്ള വാക്കാണ്. ഈ മനസ്സ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാം. നിസ്സാര പ്രശ്നങ്ങൾ വരെ പുള്ളി അവസാനിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു വീട്ടിൽ പോയി, അപ്പോൾ രാത്രിയാണ്, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണം മാത്രമല്ല, നാരായണ ഗുരുവിനെ പോലെ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആളല്ല ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സ്വാമിയുടെ മെനു പുള്ളി തീരുമാനിച്ച് വീട്ടുകാരോട് പറയും, അതുണ്ടാക്കി തരണം. സിമ്പിൾ മെനുവാണ്, കഞ്ഞി, ഒരു കുമ്പളങ്ങാക്കറി. അപ്പോൾ ഇയാൾ പറഞ്ഞു, സ്വാമി കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം, ഈ കുമ്പളങ്ങയ്ക്ക് ഞാനിപ്പോൾ എവിടെ പോകും, ഇരുട്ടുമാണ്, പുറത്ത് പറമ്പിൽ എവിടെയും ഉണ്ട്, അത് ഞാൻ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുട്ടത്ത് ഇയാളെയും കൂട്ടിപ്പോയി മരത്തിൽ പടർന്ന് കയറി കുമ്പളങ്ങ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ചു, വാ എന്ന് പറഞ്ഞു. മരച്ചില്ല് ഇങ്ങനെ താന്നു ഇദ്ദേഹത്തിൻ്റെ പൊക്കത്തിലെത്തി, കുമ്പളങ്ങ പറിച്ചു, പോ. ചില്ല നേരെ മുകളിലേക്ക് പോയി. അദ്ദേഹം പറയുന്നത്, എൻ്റെയും ഈ മരത്തിൻ്റെയും മനസ്സ് ഒന്നാണെന്ന് എനിക്കും മരത്തിനും അറിയാം, നിനക്കതറിയില്ല, നീ അത് അറിയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ വന്യജീവികളെ, പുലിയെയൊക്കെ ഇങ്ങനെ, എടാ നീ ഇങ്ങനെ ഇറങ്ങി നടന്ന നാട്ടുകാരൊക്കെ പേടിക്കില്ലേ, കാട്ടിലേക്ക് പോ. പുലി തിരിച്ചു പോകുന്നു. പാമ്പിനെ അതിനെയൊക്കെ വിളിക്കുന്നു. ഒരാൾ സദ്യ കൊടുക്കാം ചട്ടമ്പി സ്വാമികൾക്ക്, എൻ്റെ വീട്ടിൽ സദ്യ ഒരുക്കാം. ചട്ടമ്പി സ്വാമി പറഞ്ഞു, അതേ ഞാനൊരു 10-35 പേരെയും കൊണ്ടുവരും, പറ്റുമോ? അത് എത്രയായാലും എന്താ സമയം, അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പൊങ്ങച്ചക്കാരനാണ്. ഒടുവിൽ ചട്ടമ്പി സ്വാമി ഊണ് കഴിക്കാൻ വരുമ്പോൾ ഒരു 4 പട്ടി, 2 മുയൽ, വഴിയെ പോയ സാധനങ്ങളെല്ലാം, പാമ്പ്, പഴുതാര, അത് ഇതൊക്കെ ആയിട്ട് 10-35 പേര്. ഇവർക്ക് ഊണ് കൊടുക്കും. ഇവരാകെ കൂടെ പേടിക്ക് അറപ്പും ഒക്കെ ആയിട്ട് വിളമ്പാൻ പറഞ്ഞു എല്ലാവർക്കും. ഇവരെല്ലാം നിരയായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, ഇനി നിങ്ങൾ പൊക്കോ, ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരാം. ഇതെല്ലാം തിരിച്ചുപോയി. ഏതൊക്കെ മാളത്തിൽ നിന്ന് വന്നോ ആ മാളത്തിലേക്ക് തിരിച്ചുപോയി. ചട്ടമ്പി സ്വാമി അവിടെ തിണ്ണയിൽ ഇതും വിരിച്ച് കിടന്നു. ഒരു സാധനം നേരെ എഴുതിയില്ല, അല്ലാതെ സൂക്ഷിക്കില്ല, എഴുതിയെടുത്തിട്ടിട്ട് പോകും. ആരെങ്കിലും എടുത്ത് സമാഹരിച്ചാൽ ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്താൽ വിരചിതമായ പല കൃതികളും കിട്ടാനില്ല. ഈ ഞാൻ പറഞ്ഞ ഒഴിവിലൊടുക്കം തന്നെ തർജ്ജമയാണ്, തമിഴിൽ നിന്ന് അദ്ദേഹം തർജ്ജമ ചെയ്തതാണ്. തമിഴ് ഭാഷയിൽ അസാമാന്യ തമിഴ് ഭാഷ മാത്രമല്ല, യു നെയിം ഇറ്റ് ഹി നോ ഇറ്റ്. വയലിൻ, മൃദംഗം, ചെണ്ട, തകില്, എന്ത് സാധനവും സ്വാമിയുടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അത് വായിക്കാൻ തുടങ്ങും. അത് നിസ്സാരമാണെന്നാണ് സ്വാമി പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഈ പ്രപഞ്ചത്തിന് ഒറ്റ മനസ്സാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നോളജുണ്ടോ അതെല്ലാം എനിക്കും ഉണ്ട്, നിനക്കും ഉണ്ട്. നീ അത് തിരിച്ചറിയുന്നില്ല, ഞാനെന്ത് ചെയ്യാൻ? എനിക്കത് തിരിച്ചറിയാം. അതുകൊണ്ട് തകല് കിട്ടിക്കഴിയുമ്പോൾ ഇതെങ്ങനെ വായിക്കണം എന്ന് എനിക്ക് അറിയാം. ആർക്കെങ്കിലും ഒരാൾക്കറിയാമെങ്കിൽ അത് എല്ലാവർക്കും അറിയാം. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അന്ന് ചട്ടമ്പി സ്വാമി അത്ഭുതങ്ങൾ കാണിക്കുന്നു. അത് സ്വാമി വിവേകാനന്ദനും ശരിവെച്ചിട്ടുണ്ട്. ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം സിദ്ധികളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സിദ്ധികളിൽ പെട്ടുപോകരുത്. അപ്പോൾ നിങ്ങളൊരു മാജിക്കുകാരനായിട്ട് മാറി അവസാനിക്കും. ആളുകൾ ഇങ്ങനെ പുലിയെ നിയന്ത്രിക്കുക, ഇതുപോലെയുള്ള ചില്ലറക്കാർ. ഇപ്പോൾ ഒരു പയ്യൻ സാറ വീഡിയോ കണ്ട് ചൂളമടിക്കുമ്പോൾ മുതലകൾ പുഴയിൽ വരുന്നത്. ഇതുപോലത്തെ ചില്ലറ ജാലവിദ്യക്കാരനായിട്ട് നിങ്ങൾ അവസാനിക്കും. ഇതുണ്ട്, ഈ സിദ്ധികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ആ പാതയിൽ. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകണം എന്ന് സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസത്തിൽ എഴുതുന്നുണ്ട്.
അപ്പോൾ ചട്ടമ്പിസ്വാമി ഈ വിദ്യയിൽ പെട്ടൊന്നും പോയില്ല. അദ്ദേഹം പിന്നെയും മുന്നോട്ട് പോയി അദ്വൈതത്തെ പറ്റിയൊക്കെ ഒരുപാട് രചനകൾ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ചട്ടമ്പിസ്വാമികളോടൊരു പേടിയുണ്ട്. നാരായണ ഗുരുസ്വാമി അങ്ങനെയല്ല, എനിക്കൊരു പേടിയില്ല. സമീപിക്കാം, കയ്യിലൊന്നും പിടിക്കാം, കാലിലൊന്നും പിടിക്കാം. ചട്ടമ്പിസ്വാമി പിടികിട്ടാത്ത ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരു ദിവ്യ തേജസ് പോലെ. നാരായണ ഒരു ദിവ്യ തേജസ്സാണ്. അതേസമയം എനിക്കൊരു സുഹൃത്തുമാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കും, ചായയൊക്കെ തന്നെ. അങ്ങനെ ഒരു ഫ്രണ്ട്ലിയാണ് ഞാൻ നാരായണ ഗുരുസ്വാമി. നമ്മളാരാണോ അതുപോലെ പുള്ളി പെരുമാറും. ചട്ടമ്പിസ്വാമിയെ എടുത്ത് വായനയിലൂടെ എനിക്കൊരു ഈ ഭയം കലർന്ന ബഹുമാനമുണ്ടല്ലോ, പേടി കലർന്ന ഹെഡ് മാസ്റ്ററോടൊക്കെ ഉള്ളൊരു പേടി. അത് ഹെഡ് മാസ്റ്റർ കടുവയായതുകൊണ്ടല്ല, പെട്ടെന്ന് ഒരു പേടി. ഹെഡ് മാസ്റ്ററും കുട്ടിയും തമ്മിലുള്ള അതാണ് ചട്ടമ്പിസ്വാമിയുടെ പ്രത്യേകത. അസാമാന്യമായ ഒന്ന് ഈ നമ്മുടെ ബ്രഹ്മസൂത്രത്തിൻ്റെ അവശൂദ്രാധികരണം, വേദാധികാര നിരൂപണം, ഇത് ചട്ടമ്പിസ്വാമി ചെയ്ത പോലെ ഭാരതത്തിലാരും ചെയ്തിട്ടില്ല. ശൂദ്രനും സ്ത്രീകൾക്കും വേദാധികാരമുണ്ടോ എന്നുള്ള ചോദ്യം ബ്രഹ്മസൂത്രം വെച്ച് തന്നെ ന്യായീകരിച്ച് ഇതപര്യന്തം എഴുതപ്പെട്ട വ്യാഖ്യാനങ്ങൾ മുഴുവൻ തെറ്റാണ്, ഇതാണ് ശരിയായ സംസ്കൃതം, ഇങ്ങനെ വേണം വ്യാഖ്യാനിക്കാനെന്ന് പറഞ്ഞിട്ട് ശൂദ്രനും സ്ത്രീക്കും വേദ അധ്യയനം സാധ്യമാണ്, അനുവദനീയമാണ് എന്ന് ശാസ്ത്രീയമായിട്ട് സംസ്കൃത ഭാഷ വ്യാകരണവും ഒക്കെ വെച്ച് തെളിയിച്ച് എഴുതിയത് ഏക മനുഷ്യൻ ചട്ടമ്പിസ്വാമിയാണ്. നാരായണഗുരുവിന് പോലും നാരായണഗുരു പ്രവൃത്തിയിലൂടെ അത് ചെയ്തു. പക്ഷേ ഈ ലോജിക്കിലൂടെ അന്നത്തെ ഒരു സംഗതി ഉണ്ടല്ല, ലോജിക്കിലൂടെ സംസ്കൃത ഭാഷയിലൂടെ നിങ്ങൾ വ്യാഖ്യാനിച്ചത് എത്തിക്കണം. ഇത് ചെയ്തത് ചട്ടമ്പിസ്വാമിയാണ്. ഈ വിപ്ലവം പോലും അംഗീകരിക്കപ്പെടാതെ പോയി. കാരണം ഒരു സ്ക്രിപ്ചറൽ സാങ്ഷൻ ഉണ്ട് ഇതിന്. ശൂദ്രനും സ്ത്രീക്കും വേദം പഠിക്കാൻ സ്ക്രിപ്ചറൽ സാങ്ഷൻ ഉണ്ട്. ഇല്ല എന്നുള്ള വ്യാഖ്യാനമാണ് തെറ്റ്, ഉണ്ടെന്നുള്ളതാണ് ശരി, ഭാഷാപരമായിട്ട് അതാണ് ശരി എന്ന് സ്ഥാപിച്ച സാമർഥ്യം. അത് പിൽക്കാലത്ത് സംസ്കൃത പണ്ഡിതന്മാർ പോലും ചട്ടമ്പിസ്വാമികളെക്കാൾ കൂടുതൽ പഠനം ഷേക്സ്പിയറിനെ പറ്റി ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. അതെ, തീർച്ചയായിട്ടും. നാരായണ ഗുരുവിനേക്കാൾ എത്രയോ കൂടുതലാണ് ഷെല്ലിയെ പറ്റിയും കീറ്റ്സിനെ പറ്റിയൊക്കെ പഠനം നടത്തുകയും PhD എടുക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ. കാരണം ഇവർക്കൊന്നും നാരായണ ഗുരുവിൻ്റെ അടുത്തോ ചട്ടമ്പിസ്വാമിയുടെ അടുത്തോ അയൽപക്കത്ത് പോകാൻ പേടിയാണ്. അതുകൊണ്ട് ഷേക്സ്പിയർ ഈസിയായിട്ട് അതിനൊരു ഗൈഡിനെ കിട്ടണ്ടേ, അതൊരു പ്രശ്നമാണ്. ഷേക്സ്പിയർ ഇലയത് പണിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മോശക്കാരനെന്ന് ഞാൻ പറയല്ലോ കേട്ടോ. അങ്ങനെ സ്കോളറാണ്. അതെ, അപ്പോൾ അങ്ങനത്തെ സ്കോളേഴ്സാണ് നമുക്കുണ്ടായത്. അങ്ങനെ ചട്ടമ്പിസ്വാമിയാണെങ്കിലും നാരായണഗുരു കുറച്ചുകൂടെ അറിയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മുഴുവൻ ഇപ്പോഴും നാരായണഗുരുവും വെളിപ്പെട്ടിട്ടില്ല. മലയാളി ഗുരുവിനെ ഈ സാമൂഹിക ജീവിത മണ്ഡലത്തിൽ വ്യാപരിച്ചതുകൊണ്ട് ഗുരുവിൻ്റെ ബൗദ്ധിക മണ്ഡലത്തിലെ സംഭാവനകൾ ആരും വേണ്ട പോലെ അറിഞ്ഞില്ല. ഗുരു ഒരു കവിയാണ് എന്ന് പോലും അറിയാനും ഇഷ്ടപ്പെടുകയല്ല അറിയാത്തവരുണ്ട്. 3 ഭാഷയിൽ കവിത എഴുതിയ ഏക മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അതിലൊരു ഭാഷ ഇംഗ്ലീഷല്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. മഹാത്മാഗാന്ധി വന്നപ്പോൾ ഗുരുവിന് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നോ അറിയുമെന്നോ പറയുന്നതിന് പകരം ഗാന്ധിക്ക് സംസ്കൃതം അറിയാമോ എന്ന് തിരിച്ചു ചോദിച്ച ആളാണ് പുള്ളി. അപ്പോൾ അങ്ങനെ ഗുരുവിനെ കൊച്ചാക്കാനൊന്നും ശ്രമിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ അതുപോലെ 3 ഭാഷയിൽ കവിത എഴുതിയ ഒരേ ഒരു മലയാളി. അദ്ദേഹത്തിൻ്റെ ഈ കൃതികൾ സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലുമുള്ള ഈ കൃതികൾ വ്യാഖ്യാനിച്ചത് തീർന്നിട്ടില്ല. വ്യാഖ്യാനിക്കും തോറും അതിൻ്റെ ഗഹനത, ദർശനമാല, ആത്മോപദേശ ശതകം, എന്തിന് ദൈവദശകം എന്ന് പറയുന്ന 10 ശ്ലോകങ്ങൾ, ഇതിൻ്റെ പോലും ഗഹനതയും അർത്ഥവും വ്യാപ്തിയും തിട്ടപ്പെടുത്തിയിട്ടില്ല. പണ്ഡിതന്മാർ മണിക്കൂറുകളോളം ഈ ദൈവദശകം വ്യാഖ്യാനിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ. അപ്പോൾ ആ തരത്തിൽ ഗുരുവിൻ്റെ ഓരോ കൃതിയുടെയും അന്തരാർത്ഥവും അതിൻ്റെ സാരാംശവും ജനങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ അക്കാഡമിക് തലത്തിൽ ഗുരു പഠിക്കപ്പെട്ടിട്ടില്ല. ഇത് പാഠ്യപദ്ധതിയിൽ ചെറുതെങ്കിലുമായിട്ട് വന്നു തുടങ്ങിയിട്ട് ഇപ്പം ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ.
അതിലും കുറവാണ് സാർ ചട്ടമ്പി സ്വാമികൾ തീരെയില്ല. ചട്ടമ്പി സ്വാമികൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അദ്ദേഹം ഹി വാസ് ഡിപ്പെൻഡിങ് ഓൺ മനോന്മണീയം സുന്ദരമിള്ള, ഇംഗ്ലീഷ് അറിയാവുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടാണ് ഇംഗ്ലീഷിലെ പല കാര്യങ്ങളും ചട്ടമ്പി സ്വാമി മനസ്സിലാക്കിയത്. ബൈബിൾ ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ കൂടെ താമസിച്ചാണ് ചട്ടമ്പി സ്വാമി മനസ്സിലാക്കിയിട്ട് എന്നിട്ടാണ് ക്രിസ്തുമതച്ഛേദന എഴുതുന്നത്. ക്രിസ്തുമത സാരം എന്ന് പറഞ്ഞ് പൂർവപക്ഷം, പിന്നെ സിദ്ധാന്തപക്ഷമാണ് ക്രിസ്തുമതച്ഛേദനം ആയിട്ട് എഴുതുന്നത്. കാര്യം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങളല്ല, ഇത് ശരിയല്ല. ഇന്നാണെങ്കിൽ അതും IPC പ്രകാരം കുറ്റകരമാണ്. ക്രിസ്തുമതച്ഛേദനം എന്ന് പറഞ്ഞ് സാറിന്നൊരു പുസ്തകം എഴുതി നോക്കിയിട്ട് പോലീസ് പിടിച്ചോണ്ട് പോകും. ഭാഗ്യത്തിന് ചട്ടമ്പി സ്വാമികളെ പോലീസ് പിടിച്ചില്ല. അന്നും IPC ഉണ്ട്. IPC ഉള്ള കാലത്തായത്. ഇവിടെയല്ലേ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് നാടകത്തിനെതിരെ പ്രക്ഷോഭം നടന്ന നാട്. അതിന് അധികം കാലമായിട്ടില്ലല്ലോ. അതുപോലെ എന്തല്ല. പക്ഷേ ഈ രണ്ട് വ്യക്തികളുടെയും പാണ്ഡിത്യവും അവരുടെ സംഭാവനയും സമൂഹം ഇനിയും പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. വരുംകാലങ്ങളിൽ കണ്ടെത്തപ്പെടേണ്ട രണ്ട് വ്യക്തികളാണ്. അതിനേക്കാൾ ഉപരി ഈ രണ്ട് വ്യക്തികൾ ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയും പരസ്പരം സഹകരിക്കുകയും സതീർത്ഥ്യന്മാരെ പോലെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും, എന്നാൽ കൊടുത്തും വാങ്ങിയും കൊണ്ടും ആരാണ് ശിഷ്യൻ ആരാണ് ഗുരു എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരെക്കുറിച്ച് വന്നിട്ടുള്ള സിനിമകളിലേക്ക് കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും. സത്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തയ്യാറാക്കിപ്പോയ ചില സ്ക്രിപ്റ്റുകളുടെ പരിമിതികൾ ഇതൊക്കെ വെച്ചുകൊണ്ട് സത്യത്തിൽ ഇവരുടെ ചിന്തയുടെ ഒരു സമന്വയവും ഏകീകരണവും ഈ സമൂഹത്തിൻ്റെ വരുംകാലത്തെ ആരോഗ്യകരമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസത്തിൻ്റെയോ ബൈബിളിൻ്റെയോ ഇറക്കുമതി ചെയ്യപ്പെട്ട ഏതെങ്കിലും ആശയഗതികളുടെയോ തണലിലല്ലാതെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സ്വാംശീകരിച്ച ചിന്തയുടെ ഒരു വെളിച്ചമാണ് ഈ രണ്ടുപേരുടെയും സംഭാവന. ആ വെളിച്ചത്തിൽ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. അതിനെ മറക്കുകയാണെങ്കിൽ നഷ്ടം നമുക്കാണ്. വേറെ സാഹിത്യപരമായ പ്രാധാന്യം കൂടെ ചട്ടമ്പി സ്വാമിക്ക് ഞാൻ കാണുന്നുണ്ട്. മലയാള നിരൂപണ ശാഖ അങ്ങനെയൊന്നും ഉണ്ടല്ലോ. സുകുമാർ അഴീക്കോട് മുതൽ ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ മുതൽ ഇങ്ങേയറ്റത്ത് KP അപ്പൻ, VC ശ്രീജൻ വരെയുള്ള ഒരു പരമ്പരയുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം ചട്ടമ്പി സ്വാമിയാണ്. മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ പിതാവ് പുള്ളിയാണ്. ഇത് ഒരു വിമർശകന്മാർ പോലും എങ്ങും അംഗീകരിക്കുന്നില്ല, പറയുന്നില്ല, അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഭൂരിഭാഗം പേരും അറിവില്ലാതെയാണ്. ചട്ടമ്പി സ്വാമി എന്തോ ഒരു സ്വാമി, ഇതിൽ കവിഞ്ഞൊരു റീച്ചില്ല. ഈ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പേരിൽ KP അപ്പൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവസാന കാലത്ത് എഴുതിയ പുസ്തകങ്ങളിലൊന്നാണത്. അപ്പോൾ ഈ പുസ്തകം അദ്ദേഹത്തോടും ഞാൻ ഒരിക്കൽ ചോദിച്ചു, സാർ ഈ പുസ്തകം 25 വർഷം മുമ്പ് എഴുതിയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ചിന്താഗതി മാറുമായിരുന്നല്ലോ. പുള്ളി കുറേ നേരം മിണ്ടാതെ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് 25 വർഷം മുമ്പ് ഞാനിത് എഴുതിയിരുന്നെങ്കിൽ ഇന്ന് താങ്കൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്ന KP അപ്പൻ ഉണ്ടാകുമായിരുന്നില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം കേരളത്തിലെ സാമൂഹിക ജീവിതാന്തരീക്ഷത്തിൽ നാരായണ ഗുരുവിനെക്കുറിച്ചൊരു കൃതിയാണ് ഒരു വിമർശകൻ ആദ്യം എഴുതുന്നതെങ്കിൽ അയാൾ സൈഡ് ലൈൻ ചെയ്യപ്പെടാൻ വളരെ എളുപ്പമാണ്. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ അതേസമയത്ത് പുള്ളി സാർത്തറിനെയും കാമുവിനെയും യോനസ്കോയെയൊക്കെ കുറിച്ച് 25 വർഷം മുമ്പേ എഴുതി. അതിലൂടെ കേരളത്തിലെ അന്തരീക്ഷത്തിൽ ഇയാളൊരു മഹാബുദ്ധിജീവിയും പണ്ഡിതനുമാണെന്നുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയതിന് ശേഷമാണ് മലയാളം ജീനിയസിനെ പുള്ളി പഠിക്കാനെടുത്തത്. ഞാനത് അല്പം കുശുമ്പാണെങ്കിലും എൻ്റെ അച്ഛനാണ് എന്നെ ആദ്യം ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നാരായണ ഗുരു ജയന്തി വരുമ്പോൾ മനോരമയിലോ മാതൃഭൂമിയിലോ ലേഖനം വരും. അപ്പം ഞാൻ ഇങ്ങനെ അച്ഛനോട് പറയും, അച്ഛന് ഇന്നത്തെ ലേഖനം വന്നിട്ടുണ്ട്. ഒരു ദിവസം ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, MK സാനുവോ സുകുമാർ അഴീക്കോടോ? ഞാൻ പറഞ്ഞു MK സാനുവോ. അവർ രണ്ടിലൊരാളായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ കാര്യം? എടാ നീ നോക്ക്, എല്ലാ വർഷവും നാരായണ ഗുരുവിനെ പറ്റി എഴുതാൻ 2 പേരാണ്
ഒന്ന് എം കെ സാനും ഒന്ന് സുകുമാർ അഴീക്കോട്. കാര്യമൊന്നുമില്ല, രണ്ടുപേരും ഈഴവർ, അത്രേ ഉള്ളൂ. വേറെ ആരും എഴുതില്ല. ഇനി എഴുതിയാൽ അതെന്തോ ഈ ഏരിയയിലേക്ക് കടന്നു കയറി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇവർക്കും ഉണ്ടാകും. ഇതെൻ്റെ അച്ഛനാണ് ആദ്യം ഇങ്ങനെയൊക്കെ ഒരു ആംഗിളുണ്ട് ഇതിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്. പിന്നെയുള്ള വർഷങ്ങളിൽ ഞാൻ നോക്കി, ഒന്നുകിൽ എം കെ സാനോ അല്ലെങ്കിൽ സുകുമാർ അഴീക്കോട്, രണ്ടുപേരുടെ ലേഖനമായിരുന്നു നാരായണ ഗുരുവിനെ പറ്റി. വേറെ ആരും ഇല്ലേ ഗുരുവിനെ പറ്റി എഴുതാൻ? അതോ ഗുരു ഒരു സാധാരണ SNDP ശാഖായ സെക്രട്ടറി ആയിരുന്നു? എന്തൊരു കഷ്ടം. നിങ്ങളുടെ ഗുരു എന്നാണല്ലോ പറയുന്നത്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ചട്ടമ്പിസ്വാമിയെ പിന്നെ ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു ഇതായി. അല്ല, ഇവരുടെയൊക്കെ സാഹിത്യ സംഭാവനകൾ പഠിക്കുകയും അവരുടെ സാമൂഹിക സംഭാവനകൾ നിൽക്കട്ടെ, അത് ചരിത്രപരവും രാഷ്ട്രീയവുമാണ്. അതേസമയത്ത് ഈ സാഹിത്യകൃതികൾ വിശകലനം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 1913 നോബൽ സമ്മാനം ബംഗാളിൽ പോകുന്നതിന് പകരം കേരളത്തിൽ വരുമായിരുന്നു. തീർച്ചയായിട്ടും അത്രയും ഉണ്ട് അതിനകത്ത്, അതിനേക്കാളും ഉണ്ട്. പക്ഷേ ഇത് പടിഞ്ഞാറൻ ലോകം മനസ്സിലാകത്തക്ക തരത്തിൽ ഭാഷാ പരിവർത്തനം ചെയ്ത് എത്തിക്കാനുള്ള ഒരു പരിമിതിയാണ് സംഭവിച്ചത്. അതിന് ഇനിയും സ്കോപ്പുണ്ട്. ഏതായാലും ചട്ടമ്പിസ്വാമിക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.